വായനാശീലം തുടങ്ങാനാണ് ബുദ്ധിമുട്ട്. എന്ത് വായിക്കണമെന്നറിയാതെ നിൽക്കുന്നവർക്കും വായന തുടങ്ങുന്നവർക്കുമായി മലയാളത്തിലെ 5 പുസ്തകങ്ങൾ പരിചയപ്പെടുത്താം. ടോപ്പ് 5 എന്നല്ല, ഞാൻ വായിച്ചു തുടങ്ങിയതിൽ മികച്ച 5 മാത്രം. 1. രണ്ടാമൂഴം. ടി വാസുദേവൻ നായർ 1984 എഴുതിയ മലയാള നോവലാണ് രണ്ടാമൂഴം. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് എന്ന് വിളിക്കാവുന്ന ഈ നോവൽ കാലമെത്ര കഴിഞ്ഞാലും വായനക്കാരെ ഇന്നും ആകർഷിക്കുന്നു. ഒരിക്കൽ വായിച്ച വായനക്കാർ വീണ്ടും വീണ്ടും വായിക്കുമെന്നതാണ് ഈ കൃതിയുടെ പ്രത്യേകത. 300 പേജുകളുള്ള ഈ പുസ്തകം വയലാർ അവാർഡും മുട്ടത്ത് വർക്കി അവാർഡും സ്വന്തമാക്കിയിട്ടുണ്ട്. മഹാഭാരത കഥ സാധാരണക്കാരൻ്റെ കോണിൽ നിന്നുകൊണ്ട് പറയുന്നതാണ് പുസ്തകത്തിൻ്റെ പ്രമേയം. ആദ്യമായി വായിക്കുന്നവർക്ക് വളരെ നല്ല ഒരു സജഷനാണ് രണ്ടാമൂഴം. ആരാച്ചാർ. സ്ത്രീ കഥാപാത്രങ്ങളെ ശക്തമായി നിർമ്മിക്കുന്നതിൽ മികവ് തെളിയിച്ച എഴുത്തുകാരിയാണ് K.R Meera. അവരുടെ എക്കാലത്തെയും പ്രശസ്തമായ ഒരു നോവലാണ് ആരാച്ചാർ. കൽക്കത്തയിലെ ആരാച്ചാർ കുടുംബത്തിലെ ഒരു സ്ത്രീ ആരാച്ചാറിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന നോവലാണ് ഹാങ് വുമൺ എന്ന ആരാച്ചാർ. കൽക്കത്തയിലെ തെരുവോരങ്ങളിൽ നമ്മൾ സഞ്ചരിക്കും പോലെ വ്യക്തമായും ഭംഗിയായും K.R Meera ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. പുരുഷൻ്റെ സ്നേഹവും സ്ത്രീയുടെ സ്നേഹവും ഒരുപോലെയല്ല. തന്നെ ആഹ്ലാദിപ്പിക്കുന്നവളെ മാത്രമേ പുരുഷന് സ്നേഹിക്കാൻ കഴിയൂ. സ്ത്രീക്ക് അവളെ വേദനിപ്പിക്കുന്നവനെയും സ്നേഹിക്കാൻ കഴിയൂ എന്ന പ്രശസ്തമായ വരികൾ കേട്ടിട്ടില്ലേ? ആരാച്ചാറിൻ്റെ K.R Meerയുടെ കഥാപാത്രം പറയുന്ന തത്വമാണിത്. ഒരു മികച്ച വായനയ്ക്ക് ആരാച്ചാർ തിരഞ്ഞെടുക്കാം. ആടുജീവിതം. തീർച്ചയായും മലയാളികൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ബെന്യാമിൻ്റെ ആടുജീവിതം. ചതിയിൽപ്പെട്ട് ഗൾഫിൽ ഒരു ആട്ടിടയനാവേണ്ടി വരുന്ന നജീബിൻ്റെ കഥയാണിത്. റിയൽ ലൈഫ് സ്റ്റോറിയായ ആടുജീവിതം നജീബിൻ്റെ നിസ്സഹായാവസ്ഥയെ വരച്ചു കാണിക്കുന്നു. വായനയിലുടനീളം നമ്മളും നജീബായി മാറുന്നു. വായനക്കാരൻ്റെ മനസ്സിൽ എന്നും ഒരു മുറിപ്പാടായി മാറുന്ന കഥയാണ് ബെന്യാമിൻ്റെ ആടുജീവിതം. വായനയെ ഇഷ്ടപ്പെടാൻ ആടുജീവിതം പോലെയുള്ള കൃതികളും തീർച്ചയായും സഹായിക്കും. ആലാഹയുടെ പെൺമക്കൾ. ശക്തമായ സ്ത്രീപക്ഷ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്ന സാറ ജോസഫിൻ്റെ നോവലാണ് ആലാഹയുടെ പെൺമക്കൾ. നാഗരികതയുടെ കൈപ്പിടിയിൽ അമർന്നു പോകുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ കഥയാണ് സാറ ജോസഫ് ഇതിലൂടെ പകർന്നു നൽകുന്നത്. ആനി എന്ന കുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെയാണ് തുടക്കം മുതൽ ഒടുക്കം വരെ ഈ കഥ പോകുന്നത്. പൂർണ്ണമായും തൃശ്ശൂരിൻ്റെ പ്രാന്തപ്രദേശങ്ങളെ ആസ്പദമാക്കി നീങ്ങുന്ന ഈ നോവൽ തീർച്ചയായും വായിച്ചിരിക്കേണ്ടതു തന്നെ. പാത്തുമ്മയുടെ ആട്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് ആണ് മറ്റൊന്ന്. ഏറ്റവും ലളിതവും രസകരവുമായ ഭാഷയാണ് പാത്തുമ്മാൻ്റെ ആടിൽ. നോവലിലെ കഥാപാത്രങ്ങളെല്ലാം തന്നെ ബഷീറിൻ്റെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. തൻ്റെ വീടും നാടും വീട്ടിലും നാട്ടിലും നടക്കുന്ന സംഭവങ്ങളും നർമ്മം കോർത്തിണക്കി രസകരമായി അവതരിപ്പിച്ചിരിക്കുന്നു പാത്തുമ്മയുടെ ആടിൽ. നല്ല വായനയ്ക്ക് പാത്തുമ്മയുടെ ആടും ഒരു ഉദാഹരണം തന്നെ.